بما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله إلى آخر الآية. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أكمل المؤمنين إيمانا أحسنهم خلقا وألطفهم بأهله شفيعنا محمد رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلموا أمة سيدنا ومولانا محمد. വേദിയിലും സദസ്സിലുമിരിക്കുന്ന പണ്ഡിതന്മാർ, നാട്ടിലെ പൗരപ്രമുഖർ, സഹോദര സഹോദരിമാർ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ദശദിന പ്രഭാഷണ വേദിയുടെ 5ാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ബന്ധങ്ങളുടെ കൂട്ടത്തിൽ സുപ്രധാനമായ ബന്ധമാകുന്ന ദാമ്പത്യ ബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തിന് നന്നായവനാണെന്ന് നമ്മെ പഠിപ്പിച്ച് ഓർമ്മപ്പെടുത്തിയ മഹത്തായ ബന്ധം. ആ ബന്ധം ഇന്നത്തെ ചർച്ചയോടുകൂടെ അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇന്നലത്തെ ചർച്ച കഴിഞ്ഞ് ഇന്നെങ്ങനെ നോക്കിയിട്ടും ഈ വേദി ഒതുക്കാൻ കഴിയാത്തത് കൊണ്ട് ക്ഷമിക്കണം, നാളെയും കൂടെ ഈ വിഷയം തന്നെ അവതരിപ്പിക്കും. മറ്റന്നാൾ സന്താന പരിപാലനം എന്ന വിഷയം 2 ദിവസം അവതരിപ്പിക്കാൻ നേരത്തെ നാം മനസ്സിൽ കരുതി വെച്ചത് 1 ദിവസമായി ചുരുക്കും. സ്വാഭാവികമായി ഒരിടത്ത് നീളുന്നതിന് ഒരിടത്ത് ചുരുങ്ങും എന്ന കാര്യം ഉറപ്പാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വിഷയം തർത്തീബാക്കി എന്ന് ചോദിച്ചാൽ വളരെ പ്രധാനമായ വിഷയമാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതം. അത് അതിന്റെ മുഴുവൻ കോണുകളും മൂലകളും തട്ടിക്കൊണ്ട് സംസാരിക്കണമെങ്കിൽ പ്രയാസമാണ്. ഇപ്പറഞ്ഞ 10 ദിവസവും വേണമെങ്കിൽ അത് ചർച്ച ചെയ്യാമായിരുന്നു എന്നതാണ് ഖുർആനിലേക്കും ഹദീസിലേക്കും നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന, നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇന്നും നാളെയോ ആയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഭർത്താവിന് ഭാര്യയോടുള്ള ബാധ്യതകൾ, ഭാര്യക്ക് ഭർത്താവിനോടുള്ള ബാധ്യതകൾ, ഇന്നലെ പറഞ്ഞത് മൊത്തം ആ ദാമ്പത്യ ബന്ധത്തിന്റെ സുദൃഢത പറഞ്ഞ് അങ്ങനെ കയറി വന്ന് നല്ല പൊരുത്തത്തിലും ഐക്യത്തിലും ജീവിക്കണമെന്ന ഒരൊറ്റ ആശയമാണ് പറഞ്ഞത്. അത് വലുതായി പോയി എന്ന് മാത്രം. പക്ഷേ നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പലരും അതേക്കുറിച്ച് അങ്ങനെ അഭിപ്രായം പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നാം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു ഭർത്താവിന്റെ ബാധ്യതകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ ഭാര്യയുടെ ബാധ്യത പറയുമെന്ന് പറഞ്ഞപ്പം പല സഹോദരിമാരും ഇന്നിപ്പോ കേൾക്കണ്ടെന്ന് തീരുമാനിച്ചവരുണ്ടാവും. പക്ഷേ ഇന്നും കൂടെ പറയുന്നത് ഭർത്താക്കന്മാരുടെ ആ ബാധ്യത നമ്മൾ അല്പമൊന്ന് ബാധ്യതകളിലേക്ക് തന്നെ കടന്ന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ഭാര്യയോട് കൂടെ ജീവിക്കണം എന്നത് ഒരു ചെറിയ വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്.
രണ്ടു പേർക്കും ഇസ്ലാമിൽ ബാധ്യതകളുണ്ട്. ഒരു കൂട്ടർക്ക് മാത്രമല്ല, രണ്ടു പേർക്കും ഇസ്ലാം ബാധ്യതകൾ വെച്ചിട്ടുണ്ട്. ആ ബാധ്യതകൾ ദാമ്പത്യ ജീവിതത്തിൽ പുലർത്തി ജീവിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ഈ ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ പൊട്ടാത്ത ബന്ധം, ഉറപ്പുള്ള ബന്ധം കിട്ടൂ എന്ന കാര്യം ഉറപ്പാണ്. ആദ്യത്തെ കാര്യം നല്ല സമീപനമാണ്. അത് നമ്മൾ ഇന്നലെ വിശദീകരിച്ചു കഴിഞ്ഞു, പറയേണ്ടതില്ല. നമ്പർ 1, നല്ല സമീപനം നടത്തുക. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്ന് വിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ പറയുകയുണ്ടായി. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ ജീവിക്കണം, അവരോട് നല്ല നിലയിൽ വർത്തിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. ആ ആശയത്തിലേക്ക് ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ ഉണർത്തിയത്. ഇന്ന് വരുന്നതും അതിന്റെ ശാഖാപരമായ ചർച്ചകളാണ്. രണ്ടാമതായി നാം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭാര്യയുമായുള്ള സമീപനത്തിൽ, നിങ്ങളുടെ ഭാര്യമാരോടൊപ്പമുള്ള സമീപനത്തിൽ ആത്മനിയന്ത്രണം നിങ്ങൾക്ക് വേണം. ആത്മനിയന്ത്രണം പാലിക്കാത്ത കാലത്തോളം നമുക്ക് നമ്മുടെ ഭാര്യയുമായി നല്ല ബന്ധം ഒരിക്കലും ഉണ്ടാവില്ല. വെട്ടൊന്നിന് കണ്ടം രണ്ട് എന്ന ശൈലി പറ്റൂല. ആത്മനിയന്ത്രണം അത്യാവശ്യമാണ്. ആത്മനിയന്ത്രണം അത്യാവശ്യമാണെന്ന് പറയുമ്പോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയ ഒരു പ്രസിദ്ധമായ ഹദീസ്, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. സ്ത്രീകളെ കൊണ്ട് നിങ്ങൾ ഖൈറായ കാര്യം, അവരെ കൊണ്ട് നിങ്ങൾ സതുപദേശം നടത്തുക. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ വഇന്ന അഅ്വജ മാ ഫിൽ ളിലഇ അഅ്ലാ ഫഇൻ ദഹബത തുഖീമുഹു കസർത വഇൻ തറക്തഹു ലം യസൽ അഅ്വജ ഫസ്തൗസൂ ബിന്നിസാ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. എന്താണ് ഈ ഹദീസിന്റെ സാരം? ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് സതുപദേശം നടത്തുക. സതുപദേശം നടത്തേണ്ടതുണ്ട്. ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഅ, കാരണം ഒരു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത് വാരിയല്ലൂരിയിട്ടാണ് പെണ്ണിനെ പടച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പിതാവ്, മനുഷ്യ പിതാവ് അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാമിന്റെ വാരിയല്ലൂരിയിട്ടാണ് വല്ലിമ്മ ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വഇന്ന അഅ്വജ മാ ഫിൽ ളിലഇ അഅ്ലാഹു, വാരിയെല്ലുകളിൽ ഏറ്റവും കൂടുതൽ വളഞ്ഞു നിൽക്കുന്ന എല്ല് മുകൾ ഭാഗത്തെ എല്ലാണ്. അത് ഊരി സൃഷ്ടിച്ച ഈ പെണ്ണിന്റെ സ്വഭാവത്തിലും നിങ്ങൾക്ക് ആ വളവ് കാണാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പെണ്ണിനെ പടച്ചത് വാരിയെല്ലിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വാരിയെല്ല് വളഞ്ഞാണ് നിൽക്കുന്നത്. ഈ വളവ് നിങ്ങൾക്ക് പെണ്ണിലും കാണാമെന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ ബോഡി വളഞ്ഞിരിക്കുമെന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. ബോഡി വളഞ്ഞിരിക്കുന്നല്ല, അവളുടെ ശരീരത്തിൽ വളവുണ്ടാകുമെന്നല്ല. മറിച്ച് ആ പറഞ്ഞതിന്റെ അർത്ഥം അവളുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് വളവ് കാണാൻ കഴിയും. അതുകൊണ്ട് വളഞ്ഞു നിൽക്കുന്ന എല്ല്, ആ എല്ല് നീ പെട്ടെന്ന് നേരെയാക്കണമെന്ന് കരുതി അതിനുവേണ്ടി നീ ഒരുങ്ങി പുറപ്പെട്ടാൽ, ആ എല്ല് നേരെയാക്കാൻ വേണ്ടി നീ പുറപ്പെട്ടാൽ കസർത്തഹു, നീ അതിനെ പൊട്ടിച്ചു കളയലായിരിക്കും അതിന്റെ അനന്തരഫലം. വഇൻ തറക്തഹു, ഇനി അതിനെ തീരെ നേരെയാക്കാതെ ആദ്യമേ വളഞ്ഞ എല്ലാണ്, വളഞ്ഞ സ്വഭാവമേ അവൾ കാണിക്കൂ എന്ന് കരുതി അവളെ അങ്ങ് വിട്ടേച്ചാലോ ലം യസൽ അഅ്വജ്, അത് വളഞ്ഞുകൊണ്ടേയിരിക്കും. രണ്ടും പറ്റില്ല. ഇവിടെയാണ് ആത്മനിയന്ത്രണം പാലിക്കണം എന്ന് പറഞ്ഞതിന്റെ പ്രസക്തി വരുന്നത്. പെണ്ണൊരു വളഞ്ഞ സാധനാണെന്ന് കരുതി അവളെ അവളുടെ സ്വഭാവത്തിന് അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അവൾ കൂടുതൽ വളയും.
പെട്ടെന്ന് ചെന്ന് നേരെയാക്കാൻ പറ്റുമോ? പൊട്ടിപ്പോകും. ഒരു വളഞ്ഞ കഴുക്കോൽ, ഇത് നമ്മൾ നിവർത്തൽ എങ്ങനെയാ? പഴയ കാലത്തൊക്കെ അങ്ങനെ സംഭവിച്ചിരുന്നു. നമ്മുടെ ഉപ്പമാരൊക്കെ വളഞ്ഞ കഴുക്കോല് നിവർത്താൻ പെട്ടെന്ന് അതങ്ങ് നല്ലൊരു ഭാരമുള്ള സാധനം അതിന്റെ മുകളിലേക്ക് എടുത്തിട്ട് അത് നിവർത്താൻ പറ്റൂല, പൊട്ടിപ്പോകും. അതേ സമയത്തോ കൂടുതൽ ഭാരമില്ലാത്ത താങ്ങാൻ കഴിയുന്ന ഒരു ഭാരം ആദ്യം വെക്കും. അപ്പൊ അത് കുറച്ചൊന്ന് നിവർന്നു നിൽക്കും. ആ കല്ലിങ്ങോട്ട് എടുത്താലും അതേ ലെവലിൽ അത് നിൽക്കും. പിന്നെ അതിലേറെ ഭാരമുള്ള ഒരു കല്ലും കൂടെ വെച്ചു കൊടുക്കും. അങ്ങനെ പതുക്കെ സ്റ്റെപ്പായിട്ട് ഒരു വളഞ്ഞ വടി നിങ്ങൾക്ക് നേരെയാക്കാൻ കഴിയും. പെട്ടെന്ന് നേരെയാക്കാൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകും. അല്ല വേണ്ടാന്ന് വെച്ചാലോ വീണ്ടും അതിങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് വളഞ്ഞ സ്വഭാവമുള്ള പെണ്ണിനെ നിങ്ങൾ സമീപിക്കുമ്പോ കരുതണം. വെട്ടൊന്നിന് കണ്ടം രണ്ട് എന്ന ശൈലി പറ്റില്ല. അവളെ നിങ്ങൾ സതുപദേശ മാർഗത്തിലൂടെ നിങ്ങൾ ശരിയാക്കിയെടുക്കുക. സ്റ്റെപ്പായിട്ട് പെണ്ണിനെ നേരെയാക്കിയെടുക്കാമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നിങ്ങളുടെ കീഴിലുള്ള ഒരുത്തിയെ നേരെയായി കിട്ടും, ഒരു പെണ്ണ് പൂർണ്ണമായി നേരെയായി കിട്ടുമെന്ന് നിങ്ങൾ ആദ്യം തന്നെ തെറ്റുധരിക്കേണ്ടതില്ല. അങ്ങനെ നിങ്ങൾ എന്നാണോ തെറ്റുധരിച്ചു വശാകുന്നത്, അങ്ങനെ ധരിച്ചു വശായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപകടത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. കാരണം എന്റെ ഭാര്യയിൽ നിന്നൊരു പാകപ്പിഴവും വരില്ലെന്ന് ആദ്യം തന്നെ വിശ്വസിച്ചാൽ ചെറിയ പാകപ്പിഴവുകൾ എന്തെങ്കിലും വരുമ്പോഴേക്ക് നിയന്ത്രണം വിടും. അതേ സമയത്തോ എന്റെ ഭാര്യയിൽ നിന്ന് പാകപ്പിഴവുകൾ സംഭവിക്കാം, അപാകതകൾ സംഭവിക്കാം എന്ന ആ ഒരു മുൻധാരണ നേരത്തെ തന്നെ ഉണ്ടെങ്കിലോ പാകപ്പിഴവുകളും അപാകതകളും വരുമ്പോൾ നമുക്ക് കത്തിക്കയറുന്ന കോപം വിഴുങ്ങിക്കളയാൻ എളുപ്പമായിരിക്കും. ഇതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് ഒറ്റയടിക്ക് നേരെയാക്കാനും പോവണ്ട, അതേ രൂപത്തിൽ തന്നെ വളഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ എന്നും തീരുമാനിക്കണ്ട, മറിച്ച് ഫസ്തൗസു ബിന്നിസാ. നബിതങ്ങൾ ഒന്നും കൂടെ ആവർത്തിച്ചു പറയുന്നു, അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് നീ സതുപദേശം നടത്തിക്കോ. സ്ത്രീകളെ നീ സതുപദേശം നടത്തി സ്റ്റെപ്പായിട്ട് അവളെ നേരെയാക്കി എടുക്കാം. സതുപദേശത്തിന്റെ ശൈലി മാത്രമാണ് പെണ്ണിന്റെ അടുത്ത് കരണീയമായ മാർഗം. സതുപദേശത്തിന്റെ ശൈലി വിട്ട് നീ പോകരുത്. ഭാര്യയുടെ മുമ്പിൽ ആത്മനിയന്ത്രണം പാലിക്കണം, കുറച്ചൊരു നിയന്ത്രണം വേണം. ഇതാണ് വളരെ പ്രധാനമായി നമ്മൾ കരുതാനുള്ള ഒരു കാര്യം. നമ്മൾ ഒരിക്കലും വളരെ ഗൗരവത്തിൽ സ്ട്രോങ് ആകുന്ന സ്വഭാവം, ഞാൻ കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ, എപ്പോഴും കണ്ണുരുട്ടുന്ന സ്വഭാവം, ഒരു വളരെ ഗൗരവ സ്വരത്തിൽ നിൽക്കുന്ന വന്യജീവികളുടെ സ്വഭാവം ഒരിക്കലും നമ്മൾ കാണിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ഹബീബ് ഉണർത്തിയ ഒരു വാക്ക്, എത്ര നല്ല വാക്കാണത്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വഅൽതഫുഹും ബിഅഹ്ലിഹി ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങൾ പറയുന്നു, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിപൂർണമായ വിശ്വാസി, ഈമാനിന്റെ നിറകുടങ്ങൾ ആരാണെന്നറിയോ? അക്മലുൽ മുഅ്മിനീന ഈമാന, ഈമാൻ പൂർണ്ണമായ ആളുകൾ അഹ്സനുഹും ഖുലുഖാ, സൽ സ്വഭാവികളാണ്. ഏറ്റവും നല്ല സ്വഭാവക്കാരാണോ അവരാണ് ഈമാൻ പരിപൂർണമായവർ. കഴിഞ്ഞില്ല, വഅൽതഫുഹും ബിഅഹ്ലിഹി, അവരുടെ കൂട്ടത്തിൽ കുടുംബത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹം കാണിക്കുന്നവൻ, അവരോട് കാരുണ്യം കാണിക്കുന്നവൻ അവരാരാണോ അവരാണ് കേട്ടോ ഏറ്റവും നല്ല മുഅ്മിനീങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇതിനാണ് നമ്മൾ പറഞ്ഞത് ആത്മനിയന്ത്രണം വേണമെന്ന്. ഇനി എന്റെ സഹോദരന്മാര് ചിന്തിക്കേണ്ടത്, മൂന്നാമതായിട്ട് വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് ഇന്നെണ്ണുന്നത്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള കളിയും തമാശയും. ഇതൊക്കെ ഇത്ര വലിയ വിഷയമാക്കി എടുക്കാനുള്ളതാണോ? അതൊക്കെ ഇതുപോലെയുള്ള വയലിന്റെ വേദികളിൽ പറയേണ്ടതാണോ? ഇതിനൊക്കെ ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കണോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രാധാന്യമാണ് ഇതിന് കൊടുത്തത്. എപ്പോഴും സീരിയസ് ആയി നിൽക്കരുത്. അവളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ, ഒരുപക്ഷെ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന പാവപ്പെട്ട പെൺകുട്ടിയായിരിക്കും. അവളുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത് ഒരമണിക്കൂർ അവളുമായി ഇരുന്ന്
ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ അവളോടൊപ്പം കളിയും തമാശയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദീർഘമായ 10 കൊല്ലം ഹബീബിന്റെ ഓഫീസ് ബോയിയായി, ഹബീബിന് വെള്ളമെടുത്തു കൊടുത്ത, ഹബീബിന് വേണ്ട വസ്തുക്കൾ എത്തിച്ചു കൊടുത്ത, ഹബീബിന് ഖിദ്മ ചെയ്ത് ഹബീബിന്റെ ഖാദിമായി അവിടുത്തെ ഓഫീസ് ബോയിയായി ജീവിച്ച ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഫ്ഖഹിൻ നാസി മഅ നിസാഇഹി. അനസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് അന്നഹു കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു മിൻ അഫ്ഖഹിൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫലിതം പറയുന്ന ആളായിരുന്നു, തമാശ പറയുന്നയാളായിരുന്നു, ഇടയ്ക്കിടെ ഫലിതങ്ങൾ പറയാറുണ്ടായിരുന്നു. മഅനിസായിഹി, തന്റെ ഭാര്യമാരോടൊപ്പം ഫലിതം പറയുന്നവരിൽ നന്നായി ഫലിതം പറയുന്ന ആളായിരുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും നല്ല തമാശയും ചിരിപ്പിക്കുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഉള്ളിൽ തട്ടുന്ന കാര്യങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. ഭാര്യമാരിലേക്ക് ഇറങ്ങിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിഷണാശേഷിക്കല്ല, അതിനനുസരിച്ചല്ല നബി തങ്ങൾ ഭാര്യമാരോട് സംസാരിച്ചത്. പ്രായം കുറഞ്ഞ ഭാര്യമാരോട് അവരിലേക്ക് ഇറങ്ങി സംസാരിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, പക്വതയുള്ള ഭാര്യമാരോട് ആ ലെവലിലേക്ക് കയറി നിന്ന് സംസാരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരിലേക്കും ഇറങ്ങിച്ചെന്ന് അവർക്ക് പറ്റിയ തമാശകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഭാര്യയോടൊപ്പം ഉള്ളു തുറന്ന് സംസാരിക്കുക എന്നത് കേട്ടുമറന്ന ഒരു പദമായിട്ടുണ്ട്. ആർക്ക്? ഞാൻ ഇന്നലെ പറഞ്ഞു, ഇതിനി ആവർത്തിക്കേണ്ടതില്ലല്ലോ, അതൊന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ചിരിക്കാതെ മുണ്ടാതെ അങ്ങനെ തൂങ്ങിപ്പിടിച്ചു നിൽക്കുന്നവർക്ക്, അവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയൂല. ഇത് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ പ്രയാസപ്പെടും. അതുകൊണ്ട് ഉള്ളു തുറന്ന് സംസാരിക്കുന്നുണ്ടോ അതോടുകൂടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന് പമ്പ കിടക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഏതു ടെൻഷൻ അടിച്ച കാര്യത്തിലോ മറ്റോ ഏതോ വലിയൊരു ടെൻഷൻ നമ്മളെ തലക്ക് പിടികൂടിയിട്ട് കുറെ കാലായി. ഭാര്യയോടൊപ്പം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഉള്ളു തുറന്നൊന്ന് സംസാരിച്ചു നോക്കൂ. ഒന്നിരിക്കൽ ആ ടെൻഷന് പരിഹാരം ആ പെണ്ണാണെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിലോ മനസ്സിനൊരു സമാധാനമെങ്കിലും കിട്ടും. പരിഹാരമായില്ലെങ്കിൽ പരിഹാരവും തരാൻ കഴിയും. അതാണ് പെണ്ണ്, ലിതസ്കുനു ഇലൈഹ. പക്ഷെ അതിനെന്ത് ചെയ്യണം? നേരത്തെ തന്നെ പക്വതയുള്ള പരിഹാരം തരാൻ പറ്റുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം. അപ്പോഴേ അതിൽ വിജയിക്കാൻ കഴിയുള്ളൂ. അതും കൂടെ തരാൻ കഴിയും പെണ്ണിന്. ടെൻഷൻ അനുഭവിക്കുന്ന ഭാര്യ ഒരുപക്ഷെ ഭർത്താവിനെ കൊലക്കയറുമായി ഓടുന്ന ഭർത്താവിനെ വേണമെങ്കിൽ ഭാര്യക്കൊരൊറ്റ വാക്ക് പറഞ്ഞാൽ ആ കൊലക്കയറ് നിലത്തിടിക്കാൻ ഭാര്യനെ കൊണ്ടാകും. അതിന് ഭാര്യയാവണം. ഹബീബിന്റെ ജീവിതത്തിൽ അങ്ങനെ ഹബീബിന് ഏറ്റവും കൂടുതൽ അത്താണിയായ ഒരു ഭാര്യയുണ്ട്. ടെൻഷൻ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ ഹബീബിനെ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിച്ചിരുന്ന ഭാര്യ ആയിഷ ബീവി ആയിരുന്നില്ല, മറ്റു ബീവിമാരായിരുന്നില്ല. നബിതങ്ങൾക്ക് ഈ വിഷയത്തിൽ നബിതങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. പ്രായം തന്നെക്കാൾ ഒരു പക്ഷേ 10-15 വയസ്സ് പ്രായം കൂടുതലാണ്. പക്ഷേ എന്തു ചെയ്യാൻ, 15 വയസ്സ് തന്നെക്കാൾ പ്രായം കൂടിയ ഈ ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഒരു സമാധാനമായിരുന്നു. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞ അന്നു രാത്രി അതാ മക്കാ മുശ്രിക്കുകൾ ഹബീബിന്റെ വീട് വളഞ്ഞു, ഹബീബിനെ കൊല്ലാൻ വേണ്ടി. അപ്പോഴാണ് ഫാത്തിമ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോ, മോളെ നീ നിന്റെ മൂത്തമ്മയുടെ വീട്ടിലേക്ക്, അഥവാ ഖദീജ ബീവിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഇളയമയുടെ വീട്ടിലേക്ക്, ഹാലത്തിന്റെ വീട്ടിലേക്ക്. ഖദീജ ബീവിയുടെ ജേഷ്ഠത്തിയോ അനുജത്തിയോ ആണ് ഈ ഹാലത്ത്. ഹാലത്തിന്റെ വീട്ടിലേക്ക് നീ വിരുന്നു പോകണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ ചോദിക്കുന്നു, അല്ല ഉപ്പാ,
ഇന്നുവരെ അങ്ങനോട് ഈ വീട്ടിൽ കിടക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നു മാത്രം ഇന്നൊരു രാത്രി എന്റെ മോൾ ഇവിടെ കിടക്കരുതെന്ന് പറയാൻ പ്രത്യേകിച്ച് വല്ല കാരണങ്ങളുമുണ്ടോ? എന്താണിന്ന് എന്റെ ഇളയമയുടെ വീട്ടിലേക്ക് ഇത്ര കൂടുതൽ വിരുന്നു പറഞ്ഞേക്കാൻ ഒരു ധൃതി? ആ സമയത്താണ് റസൂലുള്ള പറഞ്ഞത്, മോളെ, നിന്റെ ഉപ്പനെ ഇന്നു രാത്രി കൊന്നുകളയാൻ മുശ്രിക്കുകൾ തീരുമാനിച്ചിട്ടുണ്ട്. അവര് രാത്രി വീട് വളയും മോളെ. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് ഫാത്തിമ ബീവി പറഞ്ഞു, ഇല്ല ഉപ്പാ, ഇല്ല ഉപ്പാ, അങ്ങ് ഈ വീട്ടിൽ വെച്ച് കഷ്ണം നുറുക്കപ്പെടുമ്പോ, അങ്ങ് ഈ വീട്ടിൽ വെച്ച് കൊല ചെയ്യപ്പെടുമ്പോ, ഹബീബേ, എന്റെ ഉപ്പ ഇവിടെ വെച്ച് മരിക്കുമ്പോ ഞാൻ സുഖമായി ഇളയമയുടെ വീട്ടിൽ സുഖനിദ്രയിൽ ആണ്ട് കഴിയുകയോ? വേണ്ട ഉപ്പാ, പാവം ഫാത്തിമ ഇവിടെന്നു നീങ്ങില്ല ഉപ്പാ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, മോളെ ഫാത്തിമ, ഈ ഒരു ടെൻഷൻ ആയിരിക്കാം എന്റെ മോൾക്ക് മാറി നിൽക്കാൻ പ്രയാസമുള്ളത്. പക്ഷേ എന്റെ മോളോട് ഞാൻ പറയട്ടെ ഫാത്തിമ, നീ ധൈര്യമായി പൊയ്ക്കോ. കാരണം നിന്റെ ഉപ്പാന്റെ ഇവന്റെ വായിലേക്കും മൂക്കിലേക്കും വിസർജിക്കുന്നു. വലിയ മാരക രോഗങ്ങൾക്ക് ഇവൻ അടിമപ്പെടുന്നു. ഇവനും കുടുംബവും ഒക്കെ രോഗത്തിനടിമപ്പെടുന്നു. ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു. ലക്ഷങ്ങൾ തുലയുന്നു. ദാരിദ്ര്യം വരുമെന്ന കാര്യം ഉറപ്പല്ലേ? നോക്കടാ, ബഹുമാനപ്പെട്ട മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, തസവ്വുഫിന്റെ പണ്ഡിതന്മാർ, അവരിങ്ങനെ എന്തു പറഞ്ഞിട്ടുണ്ടോ അതിന് നിലയും വിലയും കൽപ്പിക്കുന്നതാണ് നല്ലത്. എനിക്കത് പറയാൻ ഓരോന്നും സമയമില്ലാത്തതുകൊണ്ടാണ്. രാത്രി തുന്നരുത്, രാത്രി സൂചി കൊണ്ട് തുന്നരുത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുമ്പോൾ അതിനൊക്കെ കുതിരയാക്കുന്നവർ, അതിനൊക്കെ കാരണങ്ങളുണ്ട്, തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. വെറുതെ പറഞ്ഞതല്ല അവർ. അതുകൊണ്ട് ഓരോന്നിനെയും അതിൻ്റെതായ വിലക്ക് നമ്മൾ എടുക്കണം, ഗൗരവത്തിലെടുക്കണം എന്ന് കൂട്ടത്തിൽ ഉണർത്തിക്കൊണ്ട് സുഹൃത്തുക്കളോട് ഉണർത്തട്ടെ, ദാമ്പത്യ ജീവിതത്തിന്റെ മധുരം നിലനിർത്താൻ, എന്നും ദാമ്പത്യ ജീവിതത്തിന്റെ മധുരം നിലനിർത്തുന്നതില് ശുചിത്വത്തിന് വലിയ പങ്കുണ്ട്. ആകയാൽ ദമ്പതികൾ വീടും പരിസരവും ഡ്രസ്സും അവരെപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. ഇസ്തിരിയിട്ട ഡ്രസ്സുകൾ ധരിക്കണം. ഇത് വേണ്ടതാ. ഇത് സാധാരണ സഹോദരിമാരോട് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരിമാര് വളരെ ഗൗരവത്തോടെ കേൾക്കാണേണ്ട ഒരു കാര്യമാണിത്. പുറത്തുകാണ്ട് ഇറങ്ങുമ്പോൾ ഇവർക്ക് ചെത്തിയാലും മിനിക്കാലും മതിയാകൂല. സ്വന്തം ഭർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോഴോ പണ്ടേതോ പ്രായം ചെന്ന ഒരാള് പറഞ്ഞിട്ടുണ്ട്, പുറത്തു പോകുമ്പോ എന്റെ ഭാര്യക്ക് പൗഡർ ഇട്ടാലും കൺമഷി വെച്ചാലും മതിയാകൂല, പക്ഷെ എന്റെ അടുത്തേക്ക് വരുമ്പോഴോ മത്തംകുരു കുഴിച്ചിട്ടാ മുളക്കും മാക്സിയിലൊക്കെ. ശരിയാണ്, അത്രയും ചളി ഉണ്ടാവും, അത്രയും റെഡി ആയിരിക്കും. ഈ രൂപത്തിലാണ് എന്റെ അടുത്തേക്ക് കയറി വരിക. ഈ അവസ്ഥയിൽ ഒരിക്കലും ആവരുത്. ഭാര്യയുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിലാ നിങ്ങൾ സുഗന്ധവാഹിനിയാവേണ്ടത്. അത്തര പൂശി ഇറങ്ങുന്ന പെണ്ണിന്റെ പിന്നാലെ പിശാചുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ല പെണ്ണ് അത്തര പൂശേണ്ടത്, അവിടെയല്ല അവൾ ചെത്തിമിനുക്കേണ്ടത്, നിങ്ങളുടെ ഭർത്താവിന്റെ മുമ്പിലാണ്. ഇത് ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ കൂടുതൽ ഗൗരവത്തോടെ പറയാം. ഇന്ന് കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞുപോയി എന്നേ ഉള്ളൂ. ശുചിത്വം പാലിക്കുന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കേസാണ്. ചില റൂമുകളിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി പറയുന്നത് നോക്ക്, അതും കൂടെ പറഞ്ഞ് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കാം. ഇമാം ഷാഫി പറഞ്ഞു, ആരുടെ വസ്ത്രമാണോ ക്ലീനായി നിൽക്കുന്നത്, അയാൾക്ക് ടെൻഷൻ കുറയുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ. വസ്ത്രം എപ്പോഴും അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് ഇങ്ങനെ വെക്കണം. അപ്പൊ ഒരു ഇസ്തിരിപ്പെട്ടി, അത് വീട്ടിലെ അലങ്കാരല്ല, അത് ആവശ്യം, അത് ദൂർത്തല്ല. ഏതു ദരിദ്രന്റെ വീട്ടിലും ഒപ്പിച്ചു വാങ്ങി വെക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഒരു ഇസ്തിരിപ്പെട്ടി. അതൊന്നും അലങ്കാരാണെന്ന് ആരും കൂട്ടരുത്. അങ്ങനെ കുറെ സംഗതികളുണ്ട് നമ്മൾ അലങ്കാരമായി കൂട്ടുന്നത്. ചിലപ്പോൾ ഇബാദത്ത് ശരിയാവണമെങ്കിൽ വരെ അത് വേണ്ടി വരും. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ബോധിച്ച ഒരു സംഗതിയാണ് ഈ ബാത്റൂമിലെ ഷവർ. നിർബന്ധമാണത്. അങ്ങനെ തന്നെ പറയാൻ കാരണം, വെള്ളം മുസ്താമലാകാതെ കുളിക്കാൻ കഴിയുന്ന പെണ്ണുങ്ങൾ വളരെ ചുരുക്കാണ്. നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഈ കയ്യുമൊന്നും ദേഹത്തുനിന്നൊക്കെ അങ്ങോട്ട് വെള്ളം ഒലിച്ചാൽ സംഗതി ബുദ്ധിമുട്ടാട്ടോ. എത്ര പെണ്ണുങ്ങളാ എങ്ങനെ ആയാലും എത്ര ഉപദേശിച്ചാലും പെണ്ണിന്റെ ദേഹത്തുനിന്ന് അത് അങ്ങോട്ട് വീഴാതിരിക്കൂല. ഈ ബക്കറ്റ് കായ 2 കൊല്ലത്തില്ലാത്ത വെള്ളത്തിൽ കായ, പിന്നെ അതുകൊണ്ട് എത്ര കാലം കുളിച്ചാലും കുളി നേരെയാവൂല, അശുദ്ധി ഉയരൂല. അതിന് ഏറ്റവും നല്ല മാർഗം, നമ്മളും വിവരമുള്ളവരൊക്കെ ശ്രദ്ധിച്ചേക്കാം, ഒരു പാട്ട വെള്ളം കോരി അത് നല്ലോണം ഏതാണ് അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് ഒലിക്കുന്നത് ഇല്ലാതെയായിട്ട് തന്നെ അതൊന്ന് കുടഞ്ഞിട്ട് തന്നെ രണ്ടാമത്തെ വെള്ളം കോരിയേക്കാം. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കൂല. അതുകൊണ്ട് അതിന് ഏറ്റവും നല്ല മാർഗം ഒരു ഷവർ ഉണ്ടായാൽ വളരെ സുഖമാണ്. കാരണം ഇത് എന്തായാലും മുസ്താമലല്ല, അടിച്ച് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോകില്ലല്ലോ. എന്തായാലും റാഹത്തിൽ കുടിക്കാം.
ഒരു വിഷയമില്ല. അതുകൊണ്ട് അതൊക്കെ ഒരു അത്യാവശ്യ കേസുകളാണ്. അതിനൊന്നും അലങ്കാരമായും ഓവറായും പ്രൗഢിയായും ആരും കാണണ്ട. വേറുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെയല്ല തലേനാൾ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ, അതൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രൗഢികൾ. ഓവറായി പോകുന്ന പ്രൗഢികൾ. മാതാപിതാക്കൾക്ക് സൗകര്യമില്ലാതെ അവന്റെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്. സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കുറ്റം പറഞ്ഞതല്ല, അന്ന് മാതാപിതാക്കൾക്ക് സൗകര്യം വേണമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഞാനത് സംസാരിച്ചത്. ഏഴാമത്തെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളുടെ വസ്ത്രം ക്ലീൻ ആണോ നിങ്ങൾക്ക് ടെൻഷൻ കുറയുമെന്നാണ്. ചില വീടുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ കിടക്കുന്ന കാർപ്പറ്റുകൾ നാറിയേക്കാം, പൊടിയും ചേറും പിടിച്ച് നിറഞ്ഞു കിടക്കുന്നുണ്ടാകും. അവിടെ ശ്വാസോച്ഛ്വാസം പോലും പ്രയാസകരമാകും ആ റൂമിലേക്ക് കയറിയാൽ. പക്ഷേ അവിടുത്തെ സ്ഥിരതാമസക്കാരനായ ആ വീട്ടുകാരനതറിയില്ല, വീട്ടുകാരന്റെ ഭാര്യക്കതറിയില്ല. കാരണം അവർക്ക് ഈ നാറ്റം ശീലിച്ചു പോയി എന്നതാണ് അതിന്റെ കാരണം. പണ്ടൊരു ഇറച്ചിക്കാരന്റെ പെണ്ണുങ്ങൾ പറഞ്ഞായിരിക്കും, ഞാൻ വരുന്നെന്ന് ഇവിടെ ഭയങ്കര മണയിനിയറിഞ്ഞേ, ഇപ്പൊ മണല്ല. ഞാൻ വന്നാരെ പോയത് അവളെ പവറോട് പോയി എന്ന് അവള് മനസ്സിലാക്കി. അങ്ങനെയല്ല, ബൊക്കും കൂടെ ശീലായതാ. നേരത്തെ വരുന്നെന്ന് ഇവക്ക് ഇത് സഹിക്കാൻ കഴിയൂല, ഇപ്പൊ ബൊക്കും കൂടി ശീലായതാണ്. ഇനി പുതിയ ഒരാൾ വന്ന് നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. നമ്മുടെ വീട്ടിലെ നാറ്റവും ഇതും നമ്മളൊരു പക്ഷെ അറിയൂല. അതുകൊണ്ട് എപ്പോഴും നല്ല ക്ലീനായിട്ട് വൃത്തിയായി സംഗതികൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിൽ ഉണർത്തുന്നു. ഇതിങ്ങനെ തന്നെ പറയാൻ കാരണം അതുകൊണ്ടൊക്കെ ആർക്കെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വന്നാൽ നല്ലൊരു മുതൽക്കൂട്ടാകുമെന്ന് കരുതിയാണ്. വൃത്തിയുടെ കാര്യത്തിൽ ഇസ്ലാം എത്ര ഗൗരവം കൊടുത്തു. ഇനി എന്റെ സുഹൃത്തുക്കളോട് ഇതിലേറെ ഗൗരവത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള കടപ്പാടുകൾ പറയുമ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കടപ്പാടാണ് ലൈംഗിക ബന്ധങ്ങളിലെ ചിട്ടകൾ പാലിക്കുക എന്നത്. ലൈംഗിക ബന്ധങ്ങളിലെ ചിട്ടകൾ ഭർത്താവ് ഭാര്യയോട് പാലിച്ചിരിക്കണം. അത് നിർബന്ധമായും പാലിക്കേണ്ടതു തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ സുന്നത്തുകളാണെന്ന് കരുതി നിങ്ങൾ അതിനെ അവഗണിക്കരുത്. ചെറിയ സുന്നത്തുകളാണെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. ഏതുപോലെ ഒന്നാമതായി ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുന്ന ഭാര്യയും ഭർത്താവും ബിസ്മി ചൊല്ലണം എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. കൂട്ടുകാരാ, ഒരു സമയം ഒരു പക്ഷേ നമ്മുടെ ശഹ്വത്ത്, നമ്മുടെ വികാരം മൂർച്ഛിച്ച് നല്ല പോലെ കത്തിക്കയറിയ വികാരമായിരിക്കും. എന്നാൽ പോലും ദൈവനാമത്തിൽ ഭാര്യയുടെ അടുത്തേക്ക് അടുക്കാൻ മറന്നുപോകരുത്. കാരണം ഞാനിതൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു കുട്ടിക്കൊരു ബോധം വന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദശദിന പ്രഭാഷണം നമുക്ക് മുതലാകും. നബി തങ്ങളുടെ പൊള്ളുന്ന ഹദീസുകളാണ് ഞാൻ പറയുന്ന വിഷയങ്ങൾക്കൊക്കെ ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലൗ അന്ന അഹദകും ഇദാ അറാദ അൻ യഅതിയ അഹ്ലഹു ഖാല ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താൻ വജന്നിബിശ് ശൈത്താന മാ റസഖ്തനാ. മറ്റൊരു റിപ്പോർട്ടിൽ ഫീമാ റസഖ്തനാ. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ഹബീബ് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഭാര്യയെ സമീപിക്കാൻ ഉദ്ദേശിച്ചാൽ, ലൗ അന്ന അഹദകും ഇദാ അറാദ അൻ യഅതിയ അഹ്ലഹു, നിങ്ങളിൽ ഒരാൾ തന്റെ ഭാര്യയുടെ അടുത്ത് ചെല്ലണമെന്ന് ആഗ്രഹിച്ചാൽ, അവളെ സമീപിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, ഖാലാവൻ പറഞ്ഞുകൊള്ളട്ടെ, ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിലാണ് ഞാൻ ഭാര്യയുമായി ബന്ധപ്പെടാൻ തുടങ്ങുന്നത്, സംസർഗത്തിലേർപ്പെടുന്നത്. ദൈവനാമത്തിൽ അവൻ തുടങ്ങണം, അവളും ഇത് പറയണം. ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താൻ. പടച്ചവനെ, പിശാചിനെ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണേ. ഇതാ ഞങ്ങളുടെ മാനസിക ശാരീരിക ദാഹം മുഴുവനും ഞങ്ങൾ തീർക്കാൻ പോകുന്നു. പക്ഷേ ഇവിടെ പിശാചിന്റെ കൂട്ടായ്മ പാടില്ല. അവന്റെ പങ്കാളിത്തം ഉണ്ടായാൽ ഒരുപക്ഷെ ഒരാൾക്ക് റാഹത്തായി മറ്റേ ആൾക്ക് സന്തോഷമായില്ലെന്ന് വരാം. പിശാചിനെ നീ അകറ്റിപ്പിടിക്കണം റബ്ബേ. ഞങ്ങൾക്ക് പൂർണ്ണ സന്തോഷത്തിന് തടസ്സമാകുന്ന യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാകരുത്. ഞങ്ങളുടെ കൂടെ ഈ വിഷയത്തിൽ പിശാചിന്റെ പങ്കാളിത്തം ഉണ്ടാകരുത്. ഞങ്ങളുടെ ഈ വേളയിൽ ഒരുപക്ഷെ നീ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, വജന്നിബിശ് ശൈത്താന ഫീമാ റസഖ്തനാ, ഞങ്ങൾക്ക് നീ തരുന്ന കുഞ്ഞിൽ, ഞങ്ങൾക്ക് നീ തരുന്ന ആനന്ദത്തിൽ പടച്ചവനെ പിശാചിനെ നീ അകറ്റി നിർത്തണേ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താൻ വജന്നിബിശ് ശൈത്താന ഫീമാ റസഖ്തനാ എന്ന് നിങ്ങൾ ചൊല്ലണം.
എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇത് നിങ്ങൾ ചൊല്ലിയോ, ഫഇന്നഹു യുഖദ്ദർ ബൈനഹുമാ വലദുൻ ഫീ ദാലിക്. നിങ്ങളുടെ ആ സംസർഗത്തിൽ അല്ലാഹു നിങ്ങൾക്കൊരു കുട്ടിയെ കണക്കാക്കുന്നുണ്ടെങ്കിൽ, ഫഇന്നഹു യുഖദ്ദർ ബൈനഹുമാ, നിങ്ങൾക്കിടയിൽ കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഫീ ദാലിക, അതിൽ വലദുൻ, ഒരു കുട്ടിയെ കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിൽ, തീരുമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ലം യദുർറഹു ശൈത്വാനു അബദാ, ഒരിക്കലും പൈശാചികത അവനെ വിഷമിപ്പിക്കില്ല, പിശാച് അവനെ വിഷമിപ്പിക്കില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത്ര നല്ലൊരു കാര്യമാണ്, പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല പലപ്പോഴും. കാരണം അതൊക്കെ അങ്ങോട്ട് മറന്നുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇതൊക്കെ വളരെ ഗൗരവത്തോടെ കാണണം. ഇവിടെ എന്താ ഇപ്പൊ ദിക്റും സലാത്തൊക്കെ ചെല്ലാൻ നിൽക്കുകയാണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവരുത്. നിർബന്ധമായിട്ടും വേണം. നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് നമ്മുടെ ഗുണത്തിന്, നമ്മളെ മക്കളെ ഗുണത്തിന്, നമ്മുടെ സന്തോഷത്തിന്. അത് നമ്മൾ കൈയൊഴിക്കേണ്ടതില്ല. ഹബീബ് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. ഇതേ രൂപത്തിൽ ഈ ലൈംഗിക ബന്ധത്തിൽ പാലിക്കേണ്ട ചിട്ടകൾ പാലിക്കണം എന്ന് പറയുമ്പോൾ മറ്റൊന്ന് ഹബീബ് വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ച മറ്റൊരു കാര്യം നാണം മറക്കണം എന്ന കാര്യമാണ്. നാണം മറക്കുക. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് ഇതൊരു കാര്യമുണ്ട് കേട്ടോ, കൂട്ടത്തിൽ അതും കൂടെ പറയട്ടെ. അതെന്താ, കുറെ ആളുകൾക്ക് ഇങ്ങനെ സ്വാഭാവികമായിട്ട് തോന്നിയേക്കാം, ഇങ്ങനെയുള്ള ചർച്ച ചെയ്യുമ്പോൾ ഇതിങ്ങനെ പറയല്ലാതെ യാതൊരു നിർവാഹവും ഇല്ല. അതുകൊണ്ടാണ് തുറന്നു പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് തുറന്നു പറഞ്ഞ വിഷയം അത് ഞാൻ തുറന്നു പറയാണ്. കൂടുതൽ വിശദീകരിച്ച് അതിനെ മാനം കെടുക്കാത്ത രൂപത്തിൽ ഞാൻ പറയാൻ നിങ്ങൾ ഉൾക്കൊള്ളുക. നാണം മറക്കണം. ഒരു നൂല് പോലും ഇല്ലാതെ ഭാര്യയും ഭർത്താവും നഗ്നരാകുന്ന അവസ്ഥ പാടില്ല. ചിലർക്ക് ഭാര്യ ഒരു നൂല് പോലും ഇല്ലാതെ പാടെ അങ്ങ് നഗ്നരായെങ്കിലേ ഒരു പക്ഷേ അവരുടെ മനസ്സിന് സമാധാനം വരൂ. അവന് പറയാനുള്ള ന്യായവും എന്തായിരിക്കും? എന്റെ ഭാര്യ എനിക്ക് കണ്ടൂടെ, ജായിസ് അല്ലേ എന്നായിരിക്കും. ജായിസാണ്, ഹറാമൊന്നുമല്ല. മസ്അല ചോദിച്ചാലൊക്കെ റെഡിയാണ്. പക്ഷേ അവന്റെയും ചെവിയിൽ നമുക്ക് ഹബീബിന്റെ ഒരു വാക്യം ഉച്ചരിക്കാനുണ്ട്. ഹബീബ് പഠിപ്പിച്ച സുന്ദരമായ ഒരു തിരുവചനം അവനും നമുക്ക് ഓതിക്കൊടുക്കാം. മാന്യതക്കൊരൽപ്പം കോട്ടം തട്ടിക്കും ഇത്. അതുകൊണ്ട് ഹബീബ് പറഞ്ഞത് കേട്ടോ, ഇദാ അതാ അഹദുകും മഹ്ലഹു ഫല്യസ്തതിറാ വലാ യതജറദാ തജറുദൽ ഈറൈൻ. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇദാ അതാ അഹദുകും മഹ്ലഹു, നിങ്ങളിൽ ഒരാൾ തന്റെ ഭാര്യയെ സമീപിച്ചാൽ, ഭാര്യയുടെ അടുത്തു പോയാൽ, അവളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ, ഫല്യസ്തതിറാ, അവർ രണ്ടാളും മറഞ്ഞിരിക്കട്ടെ. എന്തെങ്കിലും ഒരു വസ്ത്രം കൊണ്ട് അവർ മറഞ്ഞിരിക്കണം. പൂർണ്ണമായി വലാ യതജറദാ തജറുദൽ ഈറൈൻ, രണ്ട് കഴുതകൾ നഗ്നരാകുന്നത് പോലെ അവർ നഗ്നരാകരുത്. കഴുതകൾ നഗ്നരാകുന്നത് പോലെ അവർ, സാധാരണ കഴുതകൾ തുണിയുടുക്കാറില്ല. അവർ നഗ്നരാകുന്നത് പോലെ നഗ്നരായി ഒരു നൂല് പോലും ധരിക്കാതെ ബന്ധപ്പെടരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിനെന്തോ ഒരർത്ഥം നമ്മൾ കാണണം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഒരു നൂല് പോലും ഇല്ലാതെ നഗ്നനാക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും മാന്യമായ സ്വഭാവമേ പുലർത്തു. ഹബീബ് അത്രേ ഹബീബിൽ നിന്നുണ്ടാകൂ, അതേ ഹബീബിന് പറയാൻ കഴിയൂ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ബീവി ആയിഷ ഹബീബിന്റെ വിശേഷം നമുക്ക് പറഞ്ഞു തരുന്നു. ഹബീബ് പറയുന്നു, ബഹുമാനപ്പെട്ട ബീവി ആയിഷ പറയുന്നു, ഹബീബിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയോ? മാ റആഹാ മിന്നീ വലാ റഅയ്തുഹാ മിൻ. മാ റആഹാ, ഹബീബ് നാണം കണ്ടിട്ടില്ല. മിന്നീ, എന്റെ നാണം ഹബീബ് കണ്ടിട്ടില്ല. വലാ റഅയ്തുഹാ മിൻഹു, ഞാൻ ഹബീബിന്റേതും കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞു, വിഷയങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നു പറഞ്ഞത്. പിന്നീട് നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുമ്പോൾ ലൈംഗിക വീഴ്ച ഒരു കടപ്പാടാക്കി മാറ്റരുത്. മറിച്ച് ലൈംഗിക വീഴ്ചയിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് അവരോട് തമാശ പറയണം, അവരെ കളിപ്പിക്കണം. അതിന്റെ ആമുഖ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവണം. ഇതൊക്കെ കിതാബുകളിൽ ഭംഗിയായി എഴുതി വെച്ചത് കാണാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, സലാസും മിനൽ അജ്സി ഫിർ റജുൽ, മൂന്ന് കാര്യം പുരുഷന്റെ വീക്ക്നെസ്സുകളിൽ പെട്ടതാണ്. സലാസും മിനൽ അജ്സി ഫിർ റജുൽ, മൂന്ന് കാര്യം ഒരു മനുഷ്യന്റെ വീക്ക്നെസ്സുകളിൽ പെട്ടതാണ്. അലക്ക് ഇനി ഏറെ എളുപ്പവും സുരക്ഷിതവുമായ അലക്കിന് ഫെമി ലിക്വിഡ് ക്ലോത്ത് വാഷ്. അലക്കുമ്പോൾ കൈകൾക്ക് പുകച്ചിലോ ചൊറിച്ചിലോ ഉണ്ടാകുന്നില്ല, വസ്ത്രങ്ങളുടെ നിറം മങ്ങുന്നില്ല. ഫെമി ലിക്വിഡ് ക്ലോത്ത് വാഷ്. നിർമ്മാതാക്കൾ ടോട്ടൽ ട്രാക്ക് ഇന്നോവേഷൻസ്, കോഴിക്കോട്. ഫോൺ 304230 9387155502. 10,000 രൂപ നിക്ഷേപിക്കൂ. മാസം തോറും ലാഭവിഹിതത്തിന് പുറമെ വീട്ടാവശ്യത്തിനുള്ള വാഷിംഗ് ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ തികച്ചും സൗജന്യമായി നേടൂ. ഫെമി, ഫാബ്, ഫാൻഡ്, ഗ്ലിറ്റ്സ് എന്നീ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ ടോട്ടൽ ട്രാക്കിൽ 10,000 രൂപയോ ഗുണിതങ്ങളോ നിക്ഷേപിക്കൂ. ലാഭവിഹിതത്തിന് പുറമെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ വാഷിംഗ് ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾക്കായി നിങ്ങൾ ചെലവഴിക്കുന്ന പണം ലാഭിക്കും. വിശദവിവരങ്ങൾക്ക് ടോട്ടൽ ട്രാക്ക് ഇന്നോവേഷൻസ്, കോഴിക്കോട്. ഫോൺ 304230 938715.